ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പകലും ദൈവവചനത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. തിരുവചനം കേൾക്കേണ്ടതിന് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്ന സകലരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. ഇയ്യോബ് 42:6. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. തിരുവചനത്തിനകത്ത് അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ഭക്തനായ ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് തന്നെ ഇയ്യോബിനെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം ദൈവം പറയുന്നത് നമുക്ക് വായിക്കുവാനായി കഴിയും. തുടർന്ന് അങ്ങോട്ട് ഇയ്യോബ് പ്രതികൂലവും പ്രതിസന്ധിയും വേദനകളും ഒറ്റപ്പെടലുകളും കഷ്ടതകളും ധാരാളം ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. എന്നാൽ 42-ാം അധ്യായം അഥവാ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ ചാപ്റ്റർ എഴുതുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ചില അനുഭവങ്ങളെ കൂടി ചേർത്ത് എഴുതുകയാണ്. നമ്മൾ വായിച്ച 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബ് എപ്പോഴാണ് തന്നെ തന്നെ വെറുത്ത് അനുതാപത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി തീർന്നത്, അനുതാപത്തോടെ പ്രാർത്ഥിക്കാനായി തുടങ്ങിയത്? അതറിയണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം നമ്മൾ വായിക്കണം. 5-ാം വാക്യം, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. യോബിന്റെ പുസ്തകത്തിനകത്ത് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോട് യോബ് പറയുകയാണ്, എൻ്റെ ദൈവമേ, ഈ 42 അധ്യായങ്ങൾക്കകത്ത് ഞാൻ ജീവിച്ചത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കേൾവിയുടെ പുറത്തായിരുന്നു. ധാരാളം ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇയ്യോബിനോട് ചോദിക്കാം, ഇയ്യോബേ, ഇപ്പോഴെന്താ സംഭവിച്ചത്? ഞാൻ വാക്യം തുടരുകയാണ്. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇയ്യോബ് പറയുന്നു, ഇപ്പം വാസ്തവത്തിൽ ഞാൻ നിന്നെ കാണുവാനിടയായി തീർന്നു. പ്രിയരെ, കഷ്ടതയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുവാൻ ഇടയാക്കി തീർത്തു എന്ന്, അഥവാ ദൈവത്തെ കാണാനിടയാക്കി തീർത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ദൈവത്തെ കാണുവാനുള്ള മുഖാന്തരങ്ങളായി തീരട്ടെ. അതിനായി ദൈവം ബലപ്പെടുത്തട്ടെ. അനേകം പേരുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. രോഗം വന്നപ്പോൾ, കടഭാരം വന്നപ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചപ്പോൾ, ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത തകർച്ചകളിലൂടെ കടന്നുപോയപ്പോൾ മാനസാന്തരപ്പെടുവാനിടയായി തീർന്നു, രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അഥവാ ജീവിതയാത്രയിൽ ദൈവപുത്രനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. 42-ാം അധ്യായത്തിനകത്ത് യോബ് പറയുകയാണ്, ദൈവമേ, ഞാൻ ഇതുവരെയും ജീവിച്ചത് ഒരു കേൾവിയുടെ പുറത്തായിരുന്നു. എൻ്റെ ആത്മീക ജീവിതം സെറ്റ് ചെയ്തത്, ആത്മീകമായി എനിക്കുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു എന്ന് ഇയ്യോബ് ഈ വാക്യത്തിനകത്ത് പറയുകയാണ്. ആമേൻ. യോബിന്റെ
കണ്ണ് ദൈവത്തിങ്കൽ പതിയുവാനിടയായി തീർന്നു. നിശ്ചയമായിട്ടും പ്രിയരെ, ശ്രേഷ്ഠകരമായ ആത്മിക അനുഭവമാണ് ദൈവത്തെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു എൻകൗണ്ടർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. മോശയുടെ ജീവിതത്തിൽ അതുണ്ടായി. മുൾപ്പടർപ്പിൽ വെച്ച്, ആമേൻ, തീയുടെ നടുവിൽ അവൻ ദൈവത്തെ കാണുവാനിടയായി തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാനിടയായി തീർന്നു. കണ്ടുമുട്ടൽ ഇടയായി തീർന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ കാണുവാൻ, വ്യക്തിപരമായി അനുഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ജീവിതത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എന്നെ തന്നെ വെറുത്തു. അങ്ങനെ യോബ് പറയണമെങ്കിൽ അതിനകത്തൊരു ഇന്നർ മീനിങ് ഉണ്ട്. അതുവരെയും ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചിരുന്നു. എൻ്റേത് എന്ന് പറയുവാൻ അഭിമാനം കണ്ടെത്തിയ പലതും എൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യോബ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വെറുത്തു. അപ്പോൾ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ യോബ് തന്നെത്താൻ വെറുത്തു. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഞാൻ വെണ്ണീരിലും പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിച്ചു. രണ്ടാമത്തെ കാര്യം, യോബിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഇതാണ്. ഒരു അനുതപിക്കുന്ന അനുഭവം യോബിന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ചെയ്തു പോയ കുറവുകളെ യോബ് തിരിച്ചറിയുവാനിടയായി തീർന്നു. അഥവാ യോബ് ദൈവത്തെ കണ്ടെത്തിയപ്പോഴാണ് ശരിക്കും യോബ് ആരായിരുന്നു എന്ന് യോബിന് മനസ്സിലായത്. എപ്പോഴാ ഒരു മനുഷ്യൻ അനുതപിക്കുന്നതിന് വേണ്ടി തുടങ്ങുന്നത്? ജീവിതയാത്രയിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയി എന്ന് തോന്നുമ്പോൾ, എവിടെയെങ്കിലും കുറവുകൾ വന്നു എന്ന് മനസ്സുകൊണ്ട് സമ്മതിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അനുതാപത്തിലോട്ടൊരു മനുഷ്യൻ മാറാനായി പോകുന്നത്. നമ്മുടെ രാത്രിയും പകലും പ്രാർത്ഥനയും കൂട്ടങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ അടുത്തു വരുന്ന ഇടങ്ങളായി മാറട്ടെ. യോബ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും വെണ്ണീരിലും കിടന്ന് അനുതപിക്കുവാനിടയായി തീർന്നു. ആമേൻ. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. നിങ്ങൾക്കറിയാമോ, അങ്ങനെ യോബ് ദൈവത്തെ കാണാനും അനുതപിക്കുവാനും തുടങ്ങിയപ്പോൾ 9-ാം വാക്യത്തിന്റെ 42-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിക്കുവാനിടയായി തീർന്നു. ഒരുപാട് പ്രതികൂലങ്ങളും ഒരുപാട് നിന്ദയും ഒരുപാട് തിരസ്കരണങ്ങളും അനുഭവിച്ച ഇയ്യോബ് ആദരിക്കപ്പെടുവാനിടയായി തീർന്നു. എങ്ങനെയാ? ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഇയ്യോബ് ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ട ഇയ്യോബിന് തൻ്റെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളും പരാജയങ്ങളും എവിടെയെല്ലാം ശരിയാകണമെന്നുള്ളതും തിരിച്ചറിയുവാനിടയായി തീർന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് അവന്റെ ഹൃദയത്തിനകത്ത് പാപബോധം വരുന്നത്. താൻ ഇതുവരെയും ആരായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിലുള്ള കണ്ണാടിയാണ് ദൈവമെന്ന് നാം തിരിച്ചറിയണം. നമ്മെ തിരിച്ചറിയുവാനുള്ള, നാം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം ദൈവത്തെ കണ്ടെത്തണം. അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എൻകൗണ്ടർ, ആ കണ്ടുമുട്ടൽ, കൂടിച്ചേരൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്നെ വെറുത്തു,
അനുതാപത്തിലോട്ട് ഇയ്യോബ് വരികയാ. ബൈബിൾ പറയുന്നു, അങ്ങനെയുള്ള ഇയ്യോബിനെ ദൈവം കൂട്ടുകാരുടെ നടുവിൽ, വീട്ടുകാരുടെ നടുവിൽ, ദേശത്ത് അല്ല, കാലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഇയ്യോബിനെ ഇന്നും പേര് പറഞ്ഞ് പ്രസംഗിക്കപ്പെടുന്നു എങ്കിൽ ഒരു തലമുറയിൽ ദൈവം ആഭരിച്ചു എന്നുള്ളതല്ല, ദൈവം എന്നേക്കുമായിട്ട് ഇയ്യോബിനെ ആഭരിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, നിശ്ചയമായിട്ടും ദൈവം ആഭരിക്കുന്ന നല്ല ദിവസങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. ഇന്നുള്ള നിന്ദകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ മാറി ദൈവം ആഭരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകൾ നിശ്ചയമായിട്ടും ദൈവം ജീവിതത്തിൽ നൽകി തരിക തന്നെ ചെയ്യും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദിവസം അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പൊന്നു കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.